ക്ഷേത്രത്തിൽ ഇപ്പോൾ എഴുന്നള്ളത്ത് ആരംഭിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിനകത്തെ എഴുന്നള്ളിപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലഭദ്രകാളിയാണ് ഇവിടെ പൂരത്തിൽ പോരത്തിനായി പോകുന്നത്. ഇതൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണെങ്കിലും നമുക്കറിയുന്നത് പോലെ തന്നെ ഇപ്പോൾ തിരുവമ്പാടി ഭഗവതിയാണ് ഈ പൂരത്തിനേക്കായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഭഗവതിയുമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി പോകുന്നതും പൂരം കൈക്കൊള്ളുകയും ചെയ്യുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ക്ഷേത്രത്തിനകത്ത് ഇപ്പോൾ എഴുന്നള്ളത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. 3 ആനപ്പുറത്താണ് എഴുന്നള്ളത്ത് ക്ഷേത്രത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവമ്പാടി കണ്ണനാണ് തിടമ്പേറ്റിയിരിക്കുന്നത്. അതിൻ്റെ ചടങ്ങുകളാണ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വലിയ ഒരു ജനസഞ്ചയം തന്നെ ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല എന്നുകൂടി ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരുപാട് ആളുകൾ ഈ കാണിക്കയായി ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. പഴവും നെല്ലും ഉൾപ്പെടെയുള്ള ഇവിടെ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ ആളുകൾ ഈ ഇവിടേക്ക് തിരുവമ്പാടി ക്ഷേത്രത്തിലേക്ക്, പ്രധാന ക്ഷേത്രം ആണ്, അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആളുകളുടെ ഒരു ഒഴുക്കുണ്ടായിരുന്നു, ഭക്തരുടെ ഒരു ഒഴുക്കുണ്ടായിരുന്നു. അതിപ്പോഴും അതുപോലെ തന്നെ തുടരുന്നു എന്നതും കൂടിയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഈ മൂന്നാനപ്പുറത്ത് നടപ്പാണ്ടിയായിട്ടാണ് ഈ മഠത്തിൽ ബ്രഹ്മസ്വം മഠത്തിലൊക്കെ പോകുന്നത്. അതൊരു നയനമനോഹരമായ കാഴ്ചയാണ്. ഒപ്പം തന്നെ ഒരു വാദ്യവിസ്മയം എന്ന് തന്നെ പറയാം. നടപ്പാണ്ടി അതുപോലെ തന്നെ നാദസ്വരം മാത്രമായിട്ടായിരിക്കും നടന്ന് കൊട്ടുന്നത് കൊണ്ട് കൂടിയാണ് ഇതിന് നടപ്പാണ്ടി എന്ന് പേരുള്ളത്. ഈ മൂന്നാനപ്പുറത്താണ് നടപ്പാണ്ടിയുമായി ബ്രഹ്മസ്വം മഠത്തിലേക്ക് പോകുന്നത്. ബ്രഹ്മസ്വം മഠത്തിൽ ഇപ്പോൾ ഈ കോലം ഇറക്കി വയ്ക്കുകയും അവിടെ നിന്ന് പൂജയുമുണ്ട്. ആ പൂജ കഴിഞ്ഞുള്ള തിരിച്ച് ബ്രഹ്മസ്വം മഠത്തിൽ നിന്ന് പ്രധാന ക്ഷേത്രത്തിലേക്കുള്ള ശ്രീമൂലസ്ഥാനത്തേക്കുള്ള വരവാണ് മഠത്തിൽ വരവ് എന്ന് പറയുന്നത്. എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു പഞ്ചവാദ്യ വിസ്മയം കേൾക്കുന്നതിന് വേണ്ടി കൂടിയാണ്. ആ മഠത്തിൽ വരവിന് അത് കോങ്ങാട് മധുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ ഒരു പൂരത്തിൽ അലിയാം എന്നുള്ള രീതിക്ക് തന്നെ മഠത്തിൽ വരവ് ഉണ്ടാകുമെന്നുള്ളത് തന്നെ എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്നു. ആ മഠത്തിൽ വരവ് ഏകദേശം ഒരു 11:30 കൂടി ആരംഭിക്കും എന്നുള്ളതാണ് കരുതുന്നത്. ഒരു 1.5 മണിക്കൂറോളം പഞ്ചവാദ്യത്തിൽ അവരൊരു മായിക ലോകം തന്നെ തീർക്കും. അത്രത്തോളം ആളുകൾ അത് കേൾക്കുന്നതിന് വേണ്ടി അവിടെ ഒരു പൂഴിയിട്ടാൽ നിലത്തെത്താത്തത്ര ജനം ഇപ്പോൾ തന്നെ ആ ഒരു പ്രദേശത്ത് മഠത്തിൽ വരവ് നടക്കുന്ന മഠത്തിന് മുൻപിൽ ഇപ്പോൾ തന്നെ കൂടിയിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അന്ന് അങ്ങോട്ടേക്ക് 9 ആനകളുമായിട്ടായിരിക്കും നായ്ക്കനാലിലേക്ക് എത്തുക. ഈ 9 ആനകൾ കഴിഞ്ഞാൽ പിന്നീട് ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ വടക്കുനാഥ സന്നിധിയിലേക്ക് കയറുമ്പോഴേക്കും അത് 15 ആനകളായി തിരുവമ്പാടിയുടെ ഒരു സർവ്വൈശ്വര്യങ്ങളുമായി ഒരു 15 ആനകളുമായി അവിടേക്ക് കടക്കുകയും ചെയ്യും. ഈ നായ്ക്കനാലിൽ വെച്ചായിരിക്കും പഞ്ചവാദ്യം അവസാനിക്കുകയും പിന്നീട് അത് മേളത്തിലേക്ക് മാറുകയും ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് ഒരു 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മേളം നടക്കും. അതായത് പുറത്ത് തിരുവമ്പാടിയുടെ മേളം നടക്കുന്ന ഏറെക്കുറെ അതേ സമയം തന്നെ ആയിരിക്കും അകത്ത് പറമേക്കാവിൻ്റെ ഇലഞ്ഞിത്തറ മേളം, ഏറ്റവും ലോകപ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളവും നടക്കുക. അങ്ങനെ ഓരോ കേൾവിക്കാരനും ഏതാണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് തന്നെ നമുക്ക് നിലയുറപ്പിക്കാം എന്നുള്ളതിലേക്കാണ് നടക്കുന്നത്. ഈ തെക്കോട്ടിറക്കത്തിൻ്റെ പിന്നീട് ഈ കുടമാറ്റമൊക്കെ നടക്കുന്ന തെക്കോട്ടിറക്കത്തിൻ്റെ തൊട്ട് മുൻപായിരിക്കും ഈ ഒരു മേളം നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മഠത്തിൽ വരവിൻ്റെ ആ ഒരു സമയത്ത് പ്രസിദ്ധമായിട്ടുള്ള തിരുവമ്പാടി ചന്ദ്രശേഖരായിരിക്കും ഈ തിരുവമ്പാടി ക്ഷേത്രത്തിലെ വിഗ്രഹം തീരത്തിൽ എത്തുക എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അല്പസമയത്തിനകം തന്നെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും. കണക്കിന് ഭക്തർ ഇതിനോടകം തന്നെ വന്നു നിൽക്കുന്നു. ക്ഷേത്രത്തിനകത്തു നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ 3 ആനപ്പുറത്ത് അകത്തുള്ള എഴുന്നള്ളത്ത് പുരോഗമിക്കുന്നു. അതിൻ്റെ പൂജാതി കർമ്മങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി തന്നെ നടന്നത്. നിരവധി ഭക്തർ എത്തുകയും പഴവും നാളികേരം ശർക്കര ഉൾപ്പെടെയുള്ള കാണിക്കയായി സമർപ്പിക്കുന്നതൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പൂരത്തിൻ്റെ പ്രധാന പൂരങ്ങളിലൊന്നായ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ പൂരം ആരംഭിച്ചിരിക്കുന്നു. ബിപിൻ സി വിജയനാണ് തിരുവമ്പാടിയിൽ നമുക്കൊപ്പം ചേർന്ന്. ഇനി